You should aware about menstruation. കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ദേഷ്യപ്പെട്ടിട്ട് പറയാം, മൂഡ് സ്വിങ്സ് ആയിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടാൻ അർഹിക്കപ്പെടുന്നുണ്ട്. ാണത് ഒരാണിന് അങ്ങനെ ചിന്തിച്ചത് പെരുമാറാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് കോൺഷ്യസ്ലി ഒരാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ തിങ്ക് സെൽഫ് ലവ് ഈസ് ഗുഡ്, സെൽഫിഷ് ഈസ് ടോക്സിക്. ഇനി എന്തെന്നൊക്കെ സംഭവിച്ചാലും ഇനി ആർക്ക് എന്ത് പറ്റാലും ശരി, എൻ്റെ കാര്യം നടക്കണം. അവരെ മനസ്സിലാക്കുന്ന വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള ഓപ്ഷനല്ലേ നിങ്ങളവിടെ നഷ്ടപ്പെടുത്തുന്നത്. പേടി കൊണ്ടിട്ടാണ് പല ആൾക്കാരും കല്യാണം കഴിക്കാത്തത്. കാരണം ഈ ഒരു പെണ്ണ് കാണൽ വന്നു, അതൊക്കെ ഒരു ഡിമാൻഡാണോ ഗൈസ്? വെളുത്ത പെണ്ണിനെ വേണമെന്ന് കല്യാണം വേണ്ടാന്ന് വെച്ചതിൻ്റെ പേരിൽ വാപ്പ എൻ്റെ അടുത്ത് ഐ തിങ്ക് 1 മാസത്തോളം മിണ്ടിയില്ല. ഐ ഡോണ്ട് കെയർ. മാട്രിമോണിയിൽ ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നിൻ്റെ വാപ്പ എനിക്ക് ഏത് കാറ് തരുമെന്ന്. കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ത്രീധനം വേണം. നിങ്ങളത് എസ് പറയുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ളവന്മാരെ കെട്ടേണ്ടി വരുന്നത്. ആർക്കാ കുറച്ച് ഫ്രീ ആയിട്ട് സ്വർണവും പണവും കാറും കിട്ടിയ സുഖമല്ലേ? സ്ത്രീധനം കാരണം ഒരാൾ സൂസൈഡ് ചെയ്യുന്നതൊന്നും ആ പെണ്ണിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റത്തില്ല. നമ്മളത് വസ്തുവും സ്വർണവും ഒക്കെ വേണമെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടുള്ളൂ എന്ന്. പിന്നെ ഇപ്പോൾ വരുന്ന ജെൻസി കിഡ്സിനടുത്തൊന്നും ഒരു കളിയും നടക്കൂല, ചെന്നോണ്ടാ മതി. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇത് ആണുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ അബൌട്ട് ദ സൈക്കോളജി ഓഫ് എ വുമൺ ആൻഡ് യു ഷുഡ് അവെയർ അബൌട്ട് മെൻസ്ട്രേഷൻ ആൻഡ് you should aware about the mood swings and etc. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അതായത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആണ്, പീരീഡ്സ് ആണ്, അതാണ് ഇതാണെന്നുള്ളത്. അപ്പോൾ അമ്മക്കെന്താ, ആണുങ്ങളെന്താ ഒരു വികാരം ഇല്ലാത്ത മനുഷ്യരാണോ? ആണുങ്ങൾക്കും ഇല്ലേ വികാരങ്ങൾ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ദേഷ്യപ്പെട്ടിട്ട് പറയാം, മൂഡ് സ്വിങ്സ് ആയിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, വളരെ ബ്യൂട്ടിഫുള്ളി ഒരു പെണ്ണിൻ്റെ ഈ ഒരു ഇമോഷൻസൊക്കെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുന്ന ആണുങ്ങളുണ്ട്. അത് അർഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്. ആ ഒരു മന്ത്ലി നമുക്ക് ഒരു മാസത്തിൽ നോർമലി നമുക്ക് കിട്ടുന്നത് ആകെപ്പാടെ കുറച്ച് ദിവസങ്ങളാണ് നോർമലായിട്ട് കിട്ടുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയൊക്കെ ആണുങ്ങൾ സംസാരിച്ചിട്ടുള്ള വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതൊക്കെ കാണുമ്പം ലിറ്ററലി എൻ്റെ ഹാർട്ട് ഇങ്ങനെ എന്താ പറയുക, ഫുള്ളാവുമെന്നൊക്കെ പറയത്തില്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പെണ്ണുങ്ങളെക്കാട്ടിയും ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് ആണുങ്ങളാണ് കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളെ കുട്ടികളെ പ്രസവിക്കാനുള്ള സ്ത്രീയല്ലേ അത്. അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവളെ ബോഡി പ്രിപ്പയർ ആവുന്നതും. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങളതിനെ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഐ തിങ്ക് അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ, ഇഫ് യു ആർ ട്രീറ്റിംഗ് യുവർ മദർ ലൈക്ക് ദാറ്റ്, നിങ്ങളെ പെങ്ങളെയും നിങ്ങളെ ഉമ്മായെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ട് അവരെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പാർട്ട്ണറെയും നിങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫ്രണ്ടിനെയും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് നിങ്ങൾക്ക് പെൺസുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരെയും അതുപോലെ ട്രീറ്റ് ചെയ്യണം. നമ്മുടെ ഷാറൂഖ് ഖാൻ, ആ മനുഷ്യനൊക്കെ സത്യം പറഞ്ഞാൽ ആസ് എ ആക്ടർ എന്നതിലുപരി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആളെ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ആൾ പെൺകുട്ടികളോട് പെരുമാറുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഭാര്യയെയും മക്കളോട് മാത്രമല്ല എല്ലാ പെൺകുട്ടികളോട് തന്നെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ബെൻഡായിട്ടാണ് തന്നെ നിൽക്കുന്നത്. അവരെ കാണുന്നതും അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നതൊക്കെ ആളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ബെൻഡ് ആവാറുണ്ട്. കാര്യം അത് അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ, അതാണ് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഒരാണിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. ഒരാണിന് അങ്ങനെ ചിന്തിച്ചത് പെരുമാറാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് കോൺഷ്യസ്ലി ഒരാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങൾ കല്യാണം കഴിക്കണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക. അതാണ് ഭൂമിക്ക് നല്ലത്, നിങ്ങൾക്കും നല്ലത്, ഭൂമിക്കും നല്ലത്. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഭയങ്കര സെൽഫ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഐ തിങ്ക് സെൽഫ് ലവ് ഈസ് ഗുഡ്, സെൽഫിഷ് ഈസ് ടോക്സിക്.
നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ആ ഒരു സ്നേഹം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് സെൽഫിഷ്നെസ് ഈസ് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഇനി എന്തെന്നൊക്കെ സംഭവിച്ചാലും ഇനി ആർക്ക് എന്ത് പറ്റിയാലും ശരി എൻ്റെ കാര്യം നടക്കണം, അതാണ് സ്വാർത്ഥത. അത് ടോക്സിക്കാണ്. അപ്പോൾ ചില ആൾക്കാർ ജന്മനാ സെൽഫിഷ് ആയിരിക്കും. അവർ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും. അത് പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും വികാരങ്ങൾ മനസ്സിലാക്കാനോ ഫ്രണ്ട്സിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാനോ സഹോദരങ്ങളെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഇമോഷണലി നമ്പായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് യു ആർ, നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരാളെ ലൈഫിലോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളൊരു പക്വതയും പാകതയും എല്ലാ തരത്തിലും നിങ്ങൾക്കത് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താതെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. ആരുടെയും ലൈഫ് സ്പോയിൽ ചെയ്യരുത്. കാര്യം എല്ലാവർക്കും ഒരു ചാൻസേ ഉള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയത്. അപ്പോൾ അത് നമ്മളായിട്ടൊരാൾക്ക് ഇല്ലാണ്ടാക്കി കൊടുക്കുന്നത് അവരെ മനസ്സിലാക്കുന്ന വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള ഓപ്ഷനല്ലേ നിങ്ങളവിടെ നഷ്ടപ്പെടുത്തുന്നത് അല്ലേ? അപ്പോൾ better option is don't get married if you are feeling you are self-oriented, you are selfish and you are okay with yourself. ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാരുകൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഓനാണെങ്കിൽ മനസ്സിലായി, കുറച്ചോളം ഇങ്ങ് എത്തിയപ്പോൾ മനസ്സിലായി ഹി കാൺട്ട് ലീഡ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ഒരു കമ്പാനിയൻഷിപ്പൊന്നും ഓനെക്കൊണ്ട് താങ്ങൂല എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ ഓനെടുത്ത തീരുമാനമാണ് അവൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളത്. സീരിയസ്ലി ഞാൻ ഇന്ന് അവൻ്റെ ആ തീരുമാനത്തിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, അങ്ങനെയൊന്നും പറയില്ലേ, കല്യാണമോ കഴിക്കണമെന്ന് ഞാൻ എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അത് വളരെ നല്ലൊരു ഡിസിഷനാണ് അവൻ എടുത്തിട്ടുള്ളത്. നമുക്കതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഒരാളെ കൂടെ കൊണ്ടുവന്ന് എന്തിനു ബുദ്ധിമുട്ടിക്കുന്നേ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വകതിരിവും വിവേകവും എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് അൺഹാപ്പി മാരേജ് ലൈഫ് ഉണ്ടാവത്തില്ല. പെൺകുട്ടികൾ ഈ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആ ഒരു കൺസെപ്റ്റും മാറിക്കിട്ടും. പേടി കൊണ്ടിട്ടാണ് പല ആൾക്കാരും കല്യാണം കഴിക്കാത്തത്. കാര്യം അത്രത്തോളം സ്കെയറി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ് അവർ മറ്റൊരിടത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നത്? ഇതാ വളരെ കുറവാണ്, വളരെ റെയർ കേസസിൽ മാത്രമാണ് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു മാരേജ് ലൈഫ് ഉള്ളത്. എൻ്റെ ലൈഫിൽ സംഭവിച്ച എൻ്റെ വിവാഹത്തിൽ സംഭവിച്ച ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിധീനെയൊന്നും പഴി പറയത്തില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സുകളെല്ലാം അന്ന് എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ ആ കല്യാണം കഴിക്കത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് അന്നും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് എന്താ പറയുക, ഒരുപാട് വയസ്സാവുന്നതിന് മുമ്പ് കല്യാണം കഴിക്കുക, 30 മുമ്പ് പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഡെലിവറി, 35 മുമ്പ് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുക വെയിറ്റ് ചെയ്തിരിക്കാനും സമയം എടുക്കാനും ഒക്കെ? മൊത്തം അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കല്യാണം കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിൻറ്റ്സും ആഫ്റ്റർ എന്നുവെച്ചാൽ അതൊന്ന് ഫെയിലിയറായി ഞാൻ പഠിച്ച കാര്യങ്ങളാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ ഏതെങ്കിലും ബുക്കിൽ വായിച്ചതോ ഒരു സൈക്കോളജിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തരത്തിലുള്ള റിസർച്ച് ഞാൻ നടത്തിയിട്ടില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എൻ്റെ വിവാഹ ജീവിതം പരാജയമായത് വിധി കൊണ്ടിട്ടാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല, എൻ്റെ വിവരമില്ലായ്മ കൊണ്ടിട്ടാണ്. അല്ലാ ചിരിക്കാൻ വയ്യറവേ സത്യം. അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ എൻ്റെ ലൈഫ് ലെസൺസ് ആണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ എന്നെ പോലെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്കന്ന് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുന്ന ഒരാൾക്കെങ്കിലും ഒരു ബോധം വരട്ടെ, ഒരു ബോധോദയം ഉണ്ടാവട്ടെ. പെൺകുട്ടികളെ മെയിൻ പ്രശ്നമാണ് ഇത്, ബ്ലൈൻഡായി പോവുക. ലവിൽ പെൺകുട്ടികൾ ഭയങ്കര സിമ്പിളാണ്. ആരെങ്കിലും കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഫ്ലാറ്റ്, അത്രേ ഉള്ളൂ.
മോസ്റ്റ് ഓഫ് ദ ഗേൾസ് കേട്ടോ, എല്ലാവരും കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാനൊരു ഇൻസിഡൻസ് പറഞ്ഞുതരാം, 2 ഇൻസിഡൻസ് പറഞ്ഞുതരാം കേട്ടോ. അതായത് എന്നെ 18ാമത്തെ വയസ്സ് തൊട്ട് വീട്ടുകാർ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്താണ് ഞാൻ 25 രൂപ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു ജേണീൻ്റെ ഇടയിൽ എനിക്കൊരു പെണ്ണ് കാണൽ, അൺഎക്സ്പെക്റ്റഡ്ലി ഒരു പെണ്ണ് കാണൽ വന്നു. എന്നെ പെണ്ണ് കാണാൻ ഒരു ചെറുക്കൻ വന്നു. അപ്പോൾ ചെറുക്കനോട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ആളിങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ് PSC കോച്ചിങ്ങിനൊക്കെ പോകണം, നല്ല ഓപ്പർച്യൂണിറ്റിയാണത്, പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കൊള്ളാം. ഞാനങ്ങനെ അന്നും അങ്ങനെ എനിക്ക് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഗുഡ് ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെ ഫെയർ ആയിട്ടിരിക്കണം, എനിക്ക് ഭയങ്കര മസിൽ വേണമെന്നൊന്നും അങ്ങനത്തെ അന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊക്കെ കുറച്ച് ഇമ്പ്രസ്ഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പെണ്ണ് കണ്ടിട്ട് പോയി. അപ്പം ഞാനൊരു അറേഞ്ച് മാരേജാണ് കേസ്. അപ്പം ഞാനൊരു 50-50 നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ ആരോടോ പറയുകയാണ്, ഇങ്ങനെ ചെറുക്കൻ ഇവിടെ നിന്നായിരുന്നു, വന്ന് കണ്ടിട്ട് പോയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നു, അവരെന്താ ചെറുക്കൻ ഒരു പാവം ചെറുക്കൻ, അവന് വേറെ ഒന്നും വേണ്ട, അവനൊരു വെളുത്ത പെണ്ണിനെ കിട്ടിയാൽ മതിയെന്ന്. അവന് വേറെ ഒന്നും വേണ്ട, അവനൊരു ഇത്തിരി സൗന്ദര്യമുള്ള വെളുത്ത പെൺകുട്ടീനെ കിട്ടിയാൽ മതി, വേറൊരു ഡിമാൻഡും ഇല്ല എന്ന്. ഗൈസ്, അന്ന് എനിക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിനുള്ള ബുദ്ധിയും വിവേകവും എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഡിമാൻഡാണോ ഗൈസ്? വെളുത്ത പെണ്ണിനെ വേണമെന്ന്, കല്യാണം കഴിക്കാൻ വെളുത്ത പെണ്ണിനെ വേണമെന്ന്. ഞാനെങ്ങാനും കല്യാണം കഴിഞ്ഞിട്ട് 2 വട്ടം ഒന്ന് വെയിലത്ത് പോയിട്ട് ടാൻ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ എന്നെ വേണ്ടേ? ആ ഒരൊറ്റ കാരണത്തിനാണ് ഞാൻ എൻ്റെ 50-50 സീറോയിലെത്തി, 50% സീറോയിലെത്തി. അപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച്. ഞാൻ ആ കല്യാണം വേണ്ടാന്ന് വെച്ചതിൻ്റെ പേരിൽ വാപ്പ എൻ്റെ അടുത്ത് ഐ തിങ്ക് 1 മാസത്തോളം മിണ്ടിയില്ല. ഐ ഡോണ്ട് കെയർ. ഞാൻ എന്താ പറഞ്ഞ് കെട്ടാനൊന്നും പോയൊന്നുമില്ല. അല്ല, പിന്നെ അടുത്ത 2ാമത്തെ ഇത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എത്തിപ്പെട്ടത് ജോലിയൊക്കെ ആയതിനു ശേഷം കല്യാണം കഴിക്കണമല്ലോ. ഐ വാസ് സിംഗിൾ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഞാൻ ലവ് ഒന്നും സെറ്റ് ആവത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പോൾ ഞാൻ മാട്രിമോണിയിൽ ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു മാച്ച് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു മാച്ച് കിട്ടി. ആൻഡ് വി വിയർ ടോക്കിങ്. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ആദ്യമൊക്കെ സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല, നോക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എത്തിയപ്പോൾ ഞാൻ ഉമ്മാക്കൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മായും ഓക്കെ ആയിരുന്നു. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹി വാസ് ആസ്കിങ് ലൈക്ക്, നിൻ്റെ വാപ്പ എനിക്ക് ഏത് കാറ് തരുമെന്ന്. ഭയങ്കര ലെവലിൽ ഏതോ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചെക്കനാ. ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു രീതിയിൽ, ഇങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റിലുള്ള ഒരു ഭയങ്കര ഒരു പൊസിഷനിലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലിറ്ററലി എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇവരൊക്കെ പഠിച്ചിട്ടും ഇവർക്കൊക്കെ എത്ര വലിയൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിട്ടും എന്ത് കാര്യമുള്ളത്? കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ത്രീധനം വേണം, പണം വേണം, വെരി ബാഡ്. അപ്പോൾ കം ടു ദ പോയിൻ്റ് ഓഫ് മാട്രിമോണി. ഓൻ പറയാ എൻ്റെ വാപ്പ ഏത് കാറ് തരും, ഇന്ന എങ്ങനെ കാര്യം. അപ്പോഴേ അത് മാട്രിമോണി ആപ്പ് തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതോടുകൂടി എൻ്റെ ഇമ്പ്രഷൻ കംപ്ലീറ്റ് പോയി. നല്ല ചെറുക്കന്മാരെ അതെന്തെങ്കിലും എനിക്ക് കിട്ടിപ്പോയേനെ. എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ തുലച്ചത് കാരണം ഞാൻ അതും വിട്ട് ആ ഒരു ഓപ്ഷൻ. എന്നിട്ടാണ് ഞാൻ നേരിട്ട് തപ്പിപ്പോയത്, എന്നിട്ട് ആ മറ്റേ കുഴി പോയി വീണത്. അപ്പം എനിക്ക് പറയാനുള്ള ഗേൾസ് നിങ്ങളോടാണ്, ഈ ചെറുക്കന്മാർ വെളുത്ത പെണ്ണിനെ വേണമെന്നും സുന്ദരിയായ പെണ്ണിനെ വേണമെന്നും അതുപോലെ ഗോൾഡ് ചോദിച്ച് വരുന്നവരോടും സ്ത്രീധനം ചോദിച്ച് വരുന്നവരോടും കാറ് ചോദിച്ച് വരുന്നവരോടൊക്കെ നോ പറയണം നിങ്ങൾ. അങ്ങനെ നിങ്ങൾ നോ പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും അതുപോലെ ഡൗറി ഇടത്തൊന്നും നടക്കത്തില്ല. നിങ്ങളത് പറയുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ളവന്മാരെ കെട്ടേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും പാരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അത് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പിടിച്ച് നേടിയെടുക്കേണ്ട സംഭവമാണ്. അച്ഛനും അമ്മേനെ നമ്മൾ തൃപ്തിപ്പെടുത്തി അവരെ സൈഡ് പറയും, പക്ഷേ നമ്മളെ ലൈഫാണ്. ആർക്ക് നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. ഈ സൂയിസൈഡ് ചെയ്ത് കളഞ്ഞ ഈ പെൺകുട്ടികൾക്കൊക്കെ അവർക്കല്ലേ പോയുള്ളൂ, വേറെ ആർക്ക് നഷ്ടം ഉണ്ടായി? ഈ ഭൂമിയിലോ ഒക്കെ വിഷമം കാണും, പക്ഷേ ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ ചോദിച്ച് വരുന്ന ആൾക്കാരോട് നമ്മൾ മുഖം പൂട്ടി, അതിന് എത്ര രാജകുമാരനാണെങ്കിലും അവരോട് നോ പറയാനുള്ള ഗട്സ് കാണിച്ചേ പറ്റുള്ളൂ. ഞാൻ അന്ന്
എനിക്ക് ആ 19ാമത്തെ വയസ്സിൽ സൗന്ദര്യം മോഹിച്ച് വരുന്ന ഒരുത്തന് കല്യാണം കഴിക്കരുത്, ദാറ്റ്സ് നോട്ട് എ ട്രൂ ലവ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. ആൻഡ് അറ്റ് മൈ 23rd ഏജ് ഇതുപോലെ ഡൗറി മോഹിച്ച് കെട്ടാൻ നിൽക്കുന്ന ഒരുത്തനെ കെട്ടുന്നതും, അവനൊന്നും ഒരിക്കലും ഒരു റിയലി ഒരാളെ സ്നേഹിച്ച് നല്ല രീതിയിൽ നമ്മളെ നോക്കുമെന്നുള്ള ഒരു അഷുറൻസ് ഒന്നും കിട്ടത്തില്ല. അവരൊക്കെ കല്യാണം കഴിക്കുന്ന പർപ്പസൊക്കെ തന്നെ മേ ബി സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ആർക്കാ കുറച്ച് ഫ്രീ ആയിട്ട് സ്വർണവും പണവും കാറും കിട്ടിയ സുഖമല്ലേ അല്ലേ? ആർക്കാ ഇഷ്ടമല്ലാത്തത്? അപ്പോൾ അങ്ങനെ ഇതാകുമ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിസ്റ്റവും കൂടി ഉള്ളത് കൊണ്ട് കൊള്ളാം, അടിപൊളി. പിന്നെ അങ്ങനെ കൊടുക്കാൻ കുറേ വീട്ടുകാരും, അവരെ വേണം ആദ്യം പറയാൻ. ആൻഡ് ടച്ച് വുഡ് ഐ വുഡ് സേ, എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. സ്ത്രീധനം ചോദിച്ചു വന്ന ആർക്കും എൻ്റെ വാപ്പ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ എൻ്റെ കല്യാണം ഒരു പരാജയമായിരുന്നിരിക്കാം, പക്ഷേ ഇന്ന് ഞാൻ പറയുന്നുണ്ട്, ആ മനുഷ്യൻ ഇന്ന് വരെ എൻ്റെ കയ്യിൽ എത്ര സ്വർണ്ണം ഉണ്ടെന്നോ, ഞാൻ കല്യാണത്തിലിട്ട സ്വർണ്ണമൊക്കെ ഗോൾഡ് തന്നെ ആയിരുന്നോ എന്നുള്ളത് ഇന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ജീവിച്ച സമയത്ത് പോലും പുള്ളി തിരക്കിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വലിയ തരത്തിലുള്ള ഒരു പീഡനങ്ങളോ ചൂഷണങ്ങളോ ഒന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും നമുക്കൊരിക്കലും വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റത്തില്ല. സ്ത്രീധനം കാരണം പീഡിപ്പിക്കുന്നതും സ്ത്രീധനം കാരണം ഒരാൾ സ്യൂസൈഡ് ചെയ്യുന്നതൊന്നും ആ പെണ്ണിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റത്തില്ല. നമ്മളത് വരുത്തി വെക്കുന്നത് തന്നെയാണ്. ആൻഡ് നമ്മൾ അത് ഇനിഷ്യലി തന്നെ പാരൻസ് തീരുമാനം എടുക്കുക, എൻ്റെ കുട്ടിക്ക് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കും, അവൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തം, ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ പേര് അക്കൗണ്ടിൽ കുറച്ച് കാശിട്ട് തരട്ടെ, ഫൈൻ. അതിലുപരി അതൊരു സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടി, നിങ്ങൾക്കറിയോ ഗൈസ്, ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അത്രയും ഡെപ്ത് വേർഷൻ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പുറത്ത് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കല്യാണത്തിന് ദിവസം മുമ്പ് അവരിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു, ചെറുക്കൻ്റെ അക്കൗണ്ടിൽ ഇത്ര കാശ് വന്നിരിക്കണം. സിനിമയിൽ മാത്രമല്ല, റിയൽ ലൈഫിൽ ഇതൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ വാപ്പായും അച്ഛന്മാരൊക്കെ, ഈ വാപ്പായുമ്മയൊക്കെ ഒരു മോളെ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കുന്നത്? എന്ത് ഉറപ്പിലാണ്? ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരാൾ പറയുന്ന കേട്ടതാണ്, വസ്തുവും സ്വർണമൊക്കെ വേണമെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടുള്ളൂ എന്ന്. വാട്ട് യു മീൻ ബൈ ഇത് നല്ല ബന്ധം? ഇതൊക്കെ ഭയങ്കര വാസ്റ്റായിട്ട് സംസാരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഗൈസ്, ഇതൊക്കെ ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്വന്തം, ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ് സ്ത്രീധനം ചോദിക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നും, അതുപോലെ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാളെ തേടി അത് മാത്രം നോക്കി കല്യാണം കഴിക്കുന്ന ഒരാളെ ഞാൻ കെട്ടില്ല എന്ന് നമ്മൾ തീരുമാനിക്കെടുത്തോളം കാലം നമ്മൾ ആരെയും പിടിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ല. ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു നോ പറയാനുള്ള ഗട്ട്സ് എല്ലാവരും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ ഡൗറി പീഡനങ്ങളും ഡൗറി ഡെത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു ഡൗറി ഡെത്തും സ്ത്രീധനത്തിൻ്റെ പ്രശ്നം കാരണം നടക്കുന്ന ആത്മഹത്യകളൊക്കെ ഇല്ലാത്ത ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് പറ്റുമായിരിക്കും. പിന്നെ ഇപ്പോൾ വരുന്ന ജെൻസി കിഡ്സിനടുത്തൊന്നും ഒരു കളിയും നടക്കില്ല. ചെന്നോണ്ടാൽ മതി, കുനിച്ച് നിർത്തി ഇടിക്കും. അതുകൊണ്ട് അതിലെന്തായാലും ഇപ്പോൾ ഉള്ള നമ്മളെ 90s മക്കിട്ടേ ഇതൊക്കെ നടക്കുള്ളൂ. ഓക്കെ ഗൈസ്, സംസാരിച്ച് നമ്മൾ കാട് കയറി എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഈ ടോപ്പിക്സൊക്കെ സംസാരിക്കുന്നത് ഒന്നിൻ്റെയും ഒരു സ്റ്റഡി ഒന്നും ഇല്ലാതെയാണ്. ഓൺലി ബിക്കോസ് ഓഫ് ഞാൻ അറിഞ്ഞതും കൊണ്ടതും കേട്ടതും എല്ലാം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായിരിക്കുമല്ലോ അതിൻ്റെ അപ്പുറം ഏറ്റവും വലിയൊരു പഠനം നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ അനുഭവിച്ചതിനപ്പുറം. ഓക്കെ, അപ്പോൾ അതാണ്. എല്ലാവരും സന്തോഷം അർഹിക്കുന്നുണ്ട്, സന്തോഷത്തോടുള്ള ജീവിതം അർഹിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലോട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ഇതുപോലത്തെ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ നേരത്ത് ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഐ എം വെരി എക്സൈറ്റഡ് ടു റീഡ് ഓൾ ദാറ്റ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.